ബ്രോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ബ്രോ? ബ്രോ സൈലോട്ട് വാ ബ്രോ സൈലോട്ട് നോക്കി. ബ്രോ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല ബ്രോ, കുഴപ്പമൊന്നുമില്ല ബ്രോ, കുഴപ്പമില്ല. പെട്ടെന്ന് കണ്ടില്ല ബ്രോ, അതുകൊണ്ടാണ് പെട്ടെന്നുള്ള മനസ്സിലായി, കുഴപ്പമില്ല ബ്രോ, കുഴപ്പമില്ല. ഓക്കെ കേട്ടോ, അത് ആ അവസ്ഥയിലായപ്പോ വണ്ടി കുഴപ്പമൊന്നുമില്ല. പൈസ എന്തെങ്കിലും വേണോ? വേണ്ട കുഴപ്പമില്ല. ഓക്കെയാണ്. അയ്യോ കുഴപ്പമില്ല. വെള്ളം കൂടി എന്തെങ്കിലും വെള്ളം ബ്രോ. എന്താടാ പ്രശ്നം? എന്തോന്ന് ഒരെണ്ണം കൂടെ പൊട്ടിക്കെട്ടാവനാ? ഇവിടെ നിനക്ക് എന്താ? അയാൾ മര്യാദ നിൽക്കില്ല, അയാളൊക്കെ തലയെ കിടന്ന് വിറയ്ക്കുന്നറാ. ഇവിടെ ഒരു പ്രശ്നമില്ല, നമ്മൾ സംസാരിച്ച് സോൾവ് ചെയ്തേണ്ടറാ. അളിയ ഇതൊക്കെ എന്തോ എന്താ പ്രശ്നം? അതിവിടെ മൂന്നാമാര് വെള്ളം അടിച്ചു കിടന്ന് ബഹളം. അടിയത്തുണ്ടാവുമ്പോ ഇടയ്ക്ക് കയറി ഇടിക്കൂല, അത് ഞാൻ ഇനിയിപ്പോ നമ്മളായാലും ഒതുങ്ങൂലെണ്ണ, പോലീസിനെ വിളി. ഹലോ, ജവാൻ ജംഗ്ഷനിൽ അടി നടക്കുന്നു. പെട്ടെന്ന് വരണം സാർ, പെട്ടെന്ന് വരണം സാർ, പെട്ടെന്ന് വരണം. ഹലോ, പിടിച്ചോ. ഓക്കെ, ഇങ്ങോട്ട് മാറിയില്ല, ഇങ്ങോട്ട് മാറിയില്ല സാർ. ഇനി ഒരു കാര്യം പറഞ്ഞാൽ സാറിന്റെ പിടുക്ക വിറയ്ക്കും. എന്താ സാർ, ഇതൊരു യൂട്യൂബ് ചാനലിലെ പ്രാങ്ക് ഷോ ആയിരുന്നു. നമ്മൾ അതിലെ ആക്ടേഴ്സ് ആണ്. നമ്മളിതാ ഈ സ്റ്റേഷനിൽ അവിടെയൊക്കെ ക്യാമറയൊക്കെ സ്റ്റേഷനകത്ത് ക്യാമറ കൊണ്ട് കയറി സെക്ഷൻ 216. അടുത്ത കേസാ. നീയൊക്കെ എവിടെ ഇതേ കണക്കനെ നിക്കണം, ഞാൻ ഇപ്പൊ വരാം. അജിനെ, എടാ ഈ സ്റ്റേഷനില് നിക്കറൊക്കെ ഊരി നിർത്തോ? ഞാൻ ജെട്ടി ഇട്ടിട്ടില്ലല്ലോ, എന്ത് ചെയ്യും? ജെട്ടി ഇടാതെ സ്റ്റേഷനിൽ പിടിച്ചൊന്ന് വാർത്ത വല്ലതും വരുമോ? അറിയാൻ വയ്യ. നീ ഇട്ടോ ജെട്ടി? ഇല്ല. അയ്യേ, നമുക്കിതങ്ങ് പ്രശ്നം സോൾവ് ചെയ്യടാ. നിന്നൊക്കെ ഞാൻ എടുക്കൂടാ. നീ എന്തിനാടാ കേറി അടിച്ചാ? നോയിക്കോ, ഞാൻ അറിഞ്ഞില്ലല്ലേ. പ്രശ്നം സോൾവ് ചെയ്യടാ. എങ്ങനെ സോൾവ് ചെയ്യാൻ? നീ എന്തിനാ ഇതൊക്കെ പിടിച്ചോണ്ട് വന്നാ? നീ ഞാൻ എപ്പോഴാണ് കാണിക്കുന്നത്? നീ എടുക്കൂടാ. പ്രശ്നം സോൾവ് ചെയ്യാം. എടാ എന്തിനീ? നിനക്ക് എത്ര വയസ്സുണ്ട്? 24. എടാ എന്റെ 10 വയസ്സുള്ള എന്റെ അനിയൻ ജെട്ടി ഇട്ടോണ്ടേ പുറത്തിറങ്ങും. അവന്റെ കാല് കഴുകി വെള്ളം കുടിക്കടാ. ഇപ്പൊ അങ്ങ് പോട്ടാ കുടിക്കാൻ. എടുക്കൂടാ നിനക്ക്. ആകെ 2 ജെട്ടിയേ ഉള്ളൂ. ഒരു ജെട്ടി വാപ്പയിട്ട്, ഒരു ജെട്ടി എവിടെ പോയാ എന്തോ. അതുപോലെ ജെട്ടിയിടാ നടക്കുന്നതിന്റെ സുഖം നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. നീ ജെട്ടിയിടാൻ നടന്നു നോക്ക്, നിനക്ക് മനസ്സിലാവും. ഭയങ്കര രസമാണ് കാറ്റുള്ളി. എടുക്കൂടാ നിനക്ക്. നോക്കിയോ, നിനക്കൊന്നും എന്നെ അറിഞ്ഞൂടാ. അണ്ണാ, നിങ്ങൾ അറിയത്തില്ല നമുക്ക്. എടുക്കും. എനിക്ക് നീ എടുക്കൂടാ. ഞാൻ മര്യാദയ്ക്ക് ഇങ്ങോട്ട് സംസാരിച്ച ഇവൻ വന്ന് കയറി ഉണ്ടാക്കിയ പ്രശ്നമില്ലേ? അതുകൊണ്ടാണ് നിന്നെ ആദ്യം ഞാൻ എടുക്കുന്നത്. എന്നെ എടുക്കുന്ന എടുക്കും. സാറേ, ഈ ബോധം ഇല്ലാത്തൊരു നമ്മുടെ നിർത്തല, നമ്മുടെ ജീവനത് അപായമാണ്. സാറേ, ഇതെന്താ സാറേ ഈ കാണിക്കുന്ന? എപ്പോഴും എടുക്കൂടാന്ന്. ഇവന്മാരാ സാബുവിന്റെ സെല്ലിലോട്ട് മാറ്റിക്കോ. സാബുവിന്റെ സെല്ലിലേക്കാ? നടക്ക് സാറേ. പോടാ. സാറേ, ആ എടുക്കൂടെ എന്ന് മാറ്റാൻ പറ്റും നമ്മളെ ഗ്രൂപ്പിൽ നിന്ന്? മാറിപ്പോടാ സാറേ, എടുക്കൂടാന്നൊക്കെ പറയും സാറേ. സാർ, ഇതിനകത്തോട്ട് ഇറക്കിയോ? സാർ, ഇവിടെ സാബു ഒന്നും ഇല്ലല്ലോ സാർ. സാബു എന്ത് ചെയ്യും? ഇതിനകത്തോണ്ട് കേറ്. സാറേ, ഈ തൊണ്ട എനിക്ക് മരുന്ന് കഴിക്കാത്ത ആളെ കൂടെ നമ്മൾ ഇടല്ലേ സാറേ, പ്ലീസ് സാറേ. യുവമാരൊക്കെ അകത്തോട് സാറേ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. സാറേ, റിമാൻഡിൽ പോയാലും കുഴപ്പമില്ല, നമുക്ക് ഈ താടിക്കാരനോട് കിടക്കാൻ പറ്റില്ല, അല്ല ജയിലിൽ കിടക്കാൻ പറ്റൂല. എടുക്കൂടാ. സാറേ, എവനെ കയറ്റി അതിന്റെ അകത്ത് വിടും. ഇദ്ദേഹത്തിനാകുമ്പോൾ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നോളും. ഇദ്ദേഹത്തിനെ കയറ്റി വിടും. ആരായാലും മതി സാറേ. സാറേ, ഔസേപ്പച്ചനെ അറിയാം സാറിനെ? അറിയാം. ആരാ? പാട്ടുകാരെ. നമ്മളാളാ. അണ്ണ എന്തിനാ റേസിംഗ് കാർ ഓടിക്കുന്ന? സെക്കൻഡ് ഗിയർ ഇട്ട്
നീ അവനോട് പറഞ്ഞില്ല അവനെ ഞാൻ എടുക്കുമെന്ന്.